A hemispherical tank is made up of an iron sheet 1 centimeter thickness. അപ്പോൾ 1 centimeter thickness ഉള്ള അയൺ ഷീറ്റ് കൊണ്ടാണ് ഹെമിസ്ഫെറിക്കൽ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഫ് ദി ഇന്നർ റേഡിയസ് ഈസ് 1 മീറ്റർ, ഇതിന്റെ ഇന്നർ റേഡിയസ് 1 മീറ്റർ ആണ് എങ്കിൽ ഈ ഒരു ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി എത്ര വോളിയം അയൺ യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഹെമിസ്ഫെറിക്കൽ ടാങ്ക് നിങ്ങളെ വരച്ച് കാണിക്കാം. ഹെമിസ്ഫെറിക്കൽ ടാങ്ക് എന്ന് വെച്ചാൽ ഹെമിസ്ഫിയറിന്റെ ഷേപ്പിലായിരിക്കും. ദാ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ടാങ്ക് ഉള്ളത്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. ഉണ്ടോ? തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു കനവാണ് ഇതിന്റെ തിക്നെസ്. ഇത്രയും കനമുള്ള ഷീറ്റ് കൊണ്ടാണ് ഈ ഹെമിസ്ഫെറിക്കൽ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 1 സെന്റിമീറ്റർ. ഇനി ഇതിന്റെ ഇന്നർ റേഡിയസ് 1 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റേഡിയസ് എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ തൊട്ട് ഇവിടെ വരെയുള്ളത്. ഇത് 1 മീറ്റർ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത് ഈ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി എത്ര വോളിയം അയൺ യൂസ് ചെയ്തു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു അയണിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? ഈ തിക്നെസ്, അതായത് ഈ മൊത്തം വന്നിരിക്കുന്ന ഈ ഒരു കനത്തിലുള്ള അയണിന്റെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്ക് ആകെ തന്നിട്ടുള്ളത് ഇതിന്റെ ഇന്നർ റേഡിയസ് ആണ്. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളതാണ് നമുക്ക് ആകെ തന്നിട്ടുള്ള റേഡിയസ് അല്ലെങ്കിൽ മെഷർമെന്റ് എന്ന് നമുക്ക് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ അയണിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഇതിന്റെ ഇന്നർ റേഡിയസ് ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഇന്നർ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ തിക്നെസ് അറിയാം. തിക്നെസ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളതാണ് തിക്നെസ്. അപ്പൊ ഈ ഇന്നർ വോളിയത്തിന്റെ കൂടെ ഈ തിക്നെസ്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ടർ റേഡിയസ് കിട്ടും അല്ലെ? ഇന്നർ റേഡിയസ് ഇവിടെ വരെയാണ്. ഈ തിക്നെസ്സും കൂടെ ആഡ് ചെയ്താൽ ഔട്ടർ റേഡിയസ് കിട്ടും. അപ്പൊ ഇന്നർ വോളിയം നമുക്ക് കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞു. ഔട്ടർ റേഡിയസ് കിട്ടിയാൽ നമുക്ക് ഔട്ടർ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഒരു വോളിയം മാത്രം നമുക്ക് മതി. അതായത് ഈ അയണിന്റെ വോളിയമാണ് നമുക്ക് വേണ്ടത്. അത് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഈ ഔട്ടർ വോളിയത്തിൽ നിന്ന് ഇന്നർ വോളിയം നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അയണിന്റെ, അതായത് ആ ടാങ്ക് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള അയണിന്റെ വോളിയം നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഔട്ടർ വോളിയം കണ്ടുപിടിക്കണം, അതേപോലെ ഇന്നർ വോളിയം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിവിടെ ആകെ തന്നിട്ടുള്ളത് ഇന്നർ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് 2 റേഡിയസും വേണം. അതുകൊണ്ട് ഇന്നർ റേഡിയസിനെ ഞാൻ R1 എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് 1 മീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ ഷീറ്റിന്റെ തിക്നെസ് സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ മീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ഇനി ഇതിന്റെ തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട്. തിക്നെസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഔട്ടർ റേഡിയസ് കണ്ടുപിടിക്കാൻ ഈസി ആണ് അല്ലെ? ഔട്ടർ റേഡിയസ് ഈസ് ഈക്വൽ ടു, ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ റേഡിയസും തിക്നെസ്സും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നർ റേഡിയസ് ഈസ് 100 സെന്റിമീറ്റർ, തിക്നെസ് ഈസ് 1 സെന്റിമീറ്റർ. രണ്ടും കൂടെ ചേരുമ്പോൾ 101 സെന്റിമീറ്റർ. അപ്പൊ ഔട്ടർ റേഡിയസ് നമുക്ക് കിട്ടി 101 സെന്റിമീറ്റർ, ഇന്നർ റേഡിയസ് 100 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇന്നർ വോളിയം. ഇന്നർ വോളിയം ഈസ് ഈക്വൽ ടു, ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2/3 πr³ ആണ്. അപ്പൊ ഇവിടെ 2 വോളിയം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ 2 റേഡിയസ് എടുത്തിട്ടുണ്ട്. ഇന്നർ റേഡിയസ് R1 ആണ്. അപ്പൊ 2/3 πr⁴ ഈസ് ഈക്വൽ ടു 2/3 into pi is 22/7 into R1 is 100³ അടുത്തത് ഔട്ടർ വോളിയം. ഔട്ടർ വോളിയം ഈസ് ഈക്വൽ ടു 2/3 pi, റേഡിയസ് R2 ആണ്, R2³. ഔട്ടർ റേഡിയസ് R2 ആണ്. സോ R2³ is equal to 2/3 into 22/7 into
R2 is 101 cube. അപ്പോൾ ഞാനിവിടെ ഇപ്പൊ ഇത് ഞാൻ സോൾവ് ചെയ്യുന്നില്ല, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നില്ല. നമുക്കിതിന്റെ ഷീറ്റിന്റെ വോളിയം എഴുതിയിട്ട് കോമൺ എടുക്കാനുള്ളത് എടുത്തതിന് ശേഷം നമുക്കിതിനെ സോൾവ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഹെൻസ് വോളിയം ഓഫ് ദി അയൺ യൂസ്ഡ് ടു മേക്ക് ദ ടാങ്ക് ഈസ് ഈക്വൽ ടു. അപ്പൊ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞേ? ഔട്ടർ വോളിയത്തിൽ നിന്ന് ഇന്നർ വോളിയം സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷനിലെ വോളിയം നമുക്ക് കിട്ടും. അപ്പൊ ഔട്ടർ വോളിയം എന്താണ്? 2/3 ഇൻറ്റു, ഇതാണ് നമ്മുടെ ഔട്ടർ വോളിയം. അപ്പൊ 2/3 ഇൻറ്റു 22/7 ഇൻറ്റു 101 ക്യൂബ്. അതിൽ നിന്ന് ഇന്നർ വോളിയം സബ്ട്രാക്ട് ചെയ്യുന്നു. ഇന്നർ വോളിയം ഈസ് 2/3 ഇൻറ്റു 22/7 ഇൻറ്റു 100 ക്യൂബ്. ഇനി നമുക്കിവിടെ കോമൺ എടുക്കാൻ പറ്റിയതൊക്കെ ഉണ്ട്. ഇങ്ങനെ കോമൺ എടുത്ത് ചെയ്യുന്നതാണ് ഈസി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാഞ്ഞത്. ഇതിൽ രണ്ടിൽ നിന്നും 2/3ഉം 22/7ഉം നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ 2/3 ഇൻറ്റു 22/7 ഇൻറ്റു ഇതിനകത്തു നിന്ന് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 101 ക്യൂബ് മൈനസ് ഇതിനകത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ 100 ക്യൂബ് is equal to 2/3 into 22/7 into ഇനി 101ന്റെ ക്യൂബ്. അപ്പൊ 101 into 101. 1 into 1 1 0 1 0 0 0. അടുത്തത് 1 0 1. അപ്പൊ 1 0 2 0 1 എന്ന് കിട്ടി. വീണ്ടും ഒരു 101ഉം കൂടെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1 0 2 0 1 0 0 0 0 1 0 2 0 1. So 1 0 3 0 3 0 1. So 1 0 3 0 3 0 1 മൈനസ് ഇതിന്റെ ക്യൂബ് എന്ത് വരും? 1 എഴുതിയിട്ട് 6 zeros. ഇനി ഇതിൽ നിന്ന് ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ മൈനസ് 1 0 0 0 0 0 0. അപ്പൊ സീറോയുടെ കൗണ്ട് ചെയ്ത് നോക്കുക. 6 zeros ആണ്. 1 0 3 0 3 is equal to 2/3 into 22/7 into 30 30 1 എന്ന് നമുക്ക് കിട്ടി. is equal to ഇനി ഇതെല്ലാം കൂടെ ചെയ്ത് നോക്കണം. 22 into 2 is 44. 44 into this. ഇതിനെ 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 0 4 3s are 12 1 4 3s are 12. 4 0 4 3s are 12 1 4 3s are 12. 4 4 2 3 3 3 1 is equal to 1 3 3 3 2 4 4 divided by 7 3s are 21. ഇനി ഇത് തമ്മിൽ ഡിവിഷൻ ചെയ്യണം. 1 3 3 3 2 4 4 divided by 21. അപ്പൊ 2 ഡിജിറ്റ് എടുത്താൽ പറ്റില്ല. അപ്പൊ നമ്മൾ 3 ഡിജിറ്റ് എടുക്കുന്നു. അപ്പൊ ഇവിടെ 6 എടുത്താൽ 6 2s are 12. 21 into 6 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 21 into 6 6 6 2s are 12. അപ്പൊ 126. അപ്പൊ ഇവിടെ 6 എഴുതാം. 126. 33 minus 26 is 7. ഇനി 3 നമ്മൾ താഴേക്ക് എടുത്തെഴുതുന്നു. 21 into 3 ചെയ്താൽ 1 into 3 3 2 into 63 0 1. ഇനി നമ്മൾ 2 താഴേക്ക് എഴുതുന്നു.
5 പറ്റില്ല, അപ്പൊ 4 എടുക്കുന്നു. 84 എന്ന് കിട്ടും. ഇവിടെ 9 ആകും, ഇവിടെ 12 ആകും. 12 minus 4 is 8. 18. 184. ഇനി നമുക്ക് 21 into 8 വെച്ചിട്ട് നോക്കാം. 1 into 8, 8. 8 2s are 16. 14 minus 8 is 6. 7 minus 6 is 1. ഇനി വീണ്ടും നമ്മൾ 4 താഴേക്ക് എടുത്തെഴുതുന്നു. അപ്പൊ ഇവിടെ ഇനി 8 കൊണ്ട് പറ്റില്ല, ഇനി നമുക്ക് 7 കൊണ്ട് ചെയ്യാം. അപ്പോ ഇവിടെ 7 2s are 14. 21 into 7 ചെയ്താൽ 147 കിട്ടും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5 ആകും, ഇവിടെ 14 ആകും. 14 minus 7 is 7. 5 minus 4 is 1. ഇനി നമുക്ക് ഇവിടെ നമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ പോയിന്റ് ഇട്ടിട്ട് 0 ഇട്ട് കൊടുക്കുന്നു. 170. അപ്പോൾ 170ൽ 8 കൊണ്ട് ചെയ്താൽ നമുക്ക് 168 കിട്ടും. കട്ട് ചെയ്ത് ഇവിടെ 6 ആവും, ഇവിടെ 10 ആവും. 2. ഇനി നമ്മൾ 0 ഇട്ടിട്ട് അത് താഴേക്ക് എഴുതുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ 21 ആണ് ഡിവൈസർ. അപ്പോൾ ഒരു 0യും കൂടെ ഇട്ട് കൊടുക്കുന്നു. 2 0 അടുപ്പിച്ചിടുമ്പോൾ നമ്മുടെ കോഷ്യന്റിൽ നമ്മൾ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ 200 ആയി. 200ല് 9 times 189. ഇവിടെ റിമൈൻഡർ 11 വരും. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ 63487.809 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് 63487. ഇവിടെ 9 ആയതുകൊണ്ട് ഇവിടെ ഈ 0യുടെ പ്ലേസിൽ നമുക്ക് 0യുടെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് 81 എന്ന് എഴുതാം. അപ്പോൾ ഒരു നമ്പറിന്റെ തൊട്ടടുത്ത നമ്പർ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ഈ ബാക്കിലുള്ള നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ 0യുടെ കൂടെ 1 ആഡ് ചെയ്ത് 81. യൂണിറ്റ് ഈസ് സെന്റിമീറ്റർ ക്യൂബ്. നമ്മൾ മീറ്ററിനെ സെന്റിമീറ്ററിലാക്കിയിട്ടായിരുന്നു ചെയ്തത്. ഇനി നമ്മൾ ഇതിനെ മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നർ റേഡിയസ് മീറ്ററിലായിരുന്നു തന്നിരുന്നത്. അപ്പൊ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്മോൾ യൂണിറ്റിനെ ബിഗറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവിഷൻ ആണ് ചെയ്യുന്നത്. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ 100 കൊണ്ട് നമ്മൾ ഡിവിഷൻ ചെയ്യും. ഇവിടെ നമുക്ക് സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു സെന്റിമീറ്റർ ആണെങ്കിൽ 100 കൊണ്ട്, സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ 200 കൊണ്ട്, സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ 300 കൊണ്ട് നമ്മൾ ഡിവിഷൻ ചെയ്യണം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 63487.81 ഡിവൈഡഡ് ബൈ 100 into 100 into 100. അപ്പോൾ ഇവിടെ ടോട്ടല് 2 4 6 zeros ഉണ്ട്. അപ്പൊ ഡെസിമൽ പോയിന്റ് ഇവിടെ നിന്ന് 6 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് പോകും. അപ്പൊ 1 2 3 4 5 6 വരണം. ഇവിടെ ഒരു 0യും കൂടെ വരണം. അപ്പൊ 0.0634878.1 ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഇത്രയും നമ്പേഴ്സ് നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് 3 ഡിജിറ്റ് എഴുതിയാൽ മതി. അപ്പൊ 0.063 മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അപ്രോക്സിമേറ്റ്ലി എന്നും കൂടെ ബ്രാക്കറ്റിൽ എഴുതുക. കറക്റ്റ് ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി എന്ന് എഴുതുക.